نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന ഉറപ്പുകാരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളെ കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ശ്രദ്ധ, എന്നുമുള്ളൊരു ജാഗ്രത വെച്ച് പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ എന്ന് പറയുകയുണ്ടായി. സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദി, ആകാശങ്ങളുടെയും ഭൂമിയുടെ റബ്ബായ, റബ്ബിൽ അർശ് മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബായ, അമ്മാ യസിഫൂൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ് അവൻ എന്നവൻ പറയുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് വെച്ച് പുലർത്തുന്ന മിഥ്യാധാരണകൾ, ഇല്ലാത്ത ധാരണകൾ മനുഷ്യന്മാർ, യഥാർത്ഥ വിശ്വാസികളൊഴികെ, അവർ പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞുണ്ടാക്കുന്ന ഏതെങ്കിലും അസംഭവ്യമായ വർത്തമാനമാണ്, അല്ലെങ്കിൽ അവർ നിഷേധിക്കുന്ന പ്രവണതകൾ, ഇതൊക്കെയും എന്താണ്? അങ്ങനെയൊക്കെയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ് എന്ന് പറയുകയാണ്. ശേഷം പറയാണ് ഫദർഹും യഹൂദു വയൽഅബു ഹത്താ യുലാഖു യൗമഹും അല്ലദീ യുഅദൂൻ. എന്നാൽ അതുകൊണ്ട് തന്നെ അവരെ നീ വിട്ടേക്കുക. വയൽഅബു, അവർ കളിച്ചോട്ടെ. യഹൂദു വയൽഅബു ഹത്താ യുലാഖു യൗമഹും അല്ലദീ യുഅദൂൻ. അവർക്ക് താക്കീത് നൽകപ്പെടുന്ന അവരുടെ ആ ദിവസം അവർ കണ്ടുമുട്ടുന്നത് വരെ അവർ അസംബന്ധങ്ങൾ പറയുകയും അവർ കളിതമാശകളിൽ ഏർപ്പെട്ടുകൊള്ളുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആൾക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ അവനെ യോജിക്കാത്ത രൂപത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ, അവരങ്ങ് വിട്ടേക്ക്. പകർക്കും അവരങ്ങ് വിട്ടേക്ക്, അവർ കളിച്ചോട്ടെ. അവർക്കൊരു നിശ്ചിതമായ അവധിയുണ്ട്. ആ അവധി വരെ അവരുടേതായ കാര്യങ്ങൾ അവർ ഏർപ്പെട്ടുകൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വതബാറകല്ലദീ ലഹുൽ മുൽക്കുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വഇൻദഹു ഇൽമുസ് സാഅതി വഇലൈഹി തുർജഊൻ. അതേ, ആകാശങ്ങളുടെയും ഭൂമിയുടെ റബ്ബ്, അതിനിടയിലുള്ള റബ്ബ്, വഇൻദഹു ഇൽമുസ് സാഅ, അവനാണ് അന്ത്യദിനത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവുള്ളത്. അത് അവന് മാത്രമാണ്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നമ്മുടെയൊക്കെ മടക്കം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മടക്കമുണ്ട്. എന്നാൽ ഈ മഹത്വമായ പ്രപഞ്ചത്തിന്റെ അതിനിഗൂഢമായ പല രഹസ്യങ്ങളുമുണ്ട്. ആ രഹസ്യങ്ങൾ അറിയുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. കേവലം മനുഷ്യൻ അവന്റെ യുക്തി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് ഒരു 60 വർഷം 70 വർഷം മാത്രം ജീവിക്കുന്ന മനുഷ്യൻ നൂറ്റാണ്ടുകളായി, കോടിക്കണക്കിന് വർഷമായി നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അവർക്ക് എത്തിപ്പെടുക എന്നത് അസാധ്യമായ സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ മടക്കം എന്ന് പറയുന്നത് ആ ജഗന്യന്താവായ അല്ലാഹുവിലേക്കാണ്. അലിഫ് ലാം റ കിതാബുൻ ഉഹിക്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ.
അള്ളാഹുവിനെ പറ്റി അവൻ പറയുകയാണ്, അതിലെ വചനങ്ങൾ ആശയബദ്ധമുള്ളതാക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനെ പറ്റി പറയുമ്പോൾ അള്ളാഹു പറയുക, പിന്നീട് അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹക്കീമിൻ ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ യുക്തിമാനായ. അപ്പൊ അള്ളാഹു ആരാണ്? അള്ളാഹു യുക്തിമാനാണ്. ഏറ്റവും ബൃഹത്തായ ബുദ്ധിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവർ സൂക്ഷ്മജ്ഞാനിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഹാദാ ലവൽ ഖസസുൽ ഹഖ്, യഥാർത്ഥത്തിൽ ഒരു സംഭവ വിശദീകരണമാണ്, അല്ലെങ്കിൽ സംഭവങ്ങളുടെ ഒരു വിവരണമാണ് ഈ ഖുർആൻ എന്നൊക്കെ പറയുന്നത്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല. വ ഇന്നല്ലാഹ ലവൽ അസീസുൽ ഹകീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് പ്രതാപിയാണ്, അവൻ ഹക്കീമാണ്, അവനാണ് അങ്ങേയറ്റത്തെ യുക്തിമാൻ എന്ന് പറയുന്നത്. ഫൈൻ തവല്ലു ഫൈനല്ലാഹ അലീമുൻ ബിൽ മുഫ്സിദീൻ, എന്നിട്ട് അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കുഴപ്പക്കാരെ കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാണ്. മറ്റൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മറ്റൊരിടത്ത്, വഇന്നക ലതുലഖൽ ഖുർആന മിൻ ലദുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖുർആൻ നൽകപ്പെടുന്നത്. ഹക്കീമിൻ അലീം, അവനാണ് ഏറ്റവും വലിയ സൂക്ഷ്മജ്ഞാനി, നന്നായിട്ട് അറിയുന്നവൻ, അവനാണ് യുക്തിമാൻ എന്ന് പറയുന്നത്. അപ്പൊ യുക്തിമാൻ എന്ന് പറയുന്നത് ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ദീനിൽ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരാൻ വേണ്ടി പാടുന്നില്ല. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും പിശാചി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നത്, ഫൈൻസലൽതു മിൻ ബഅദി മാ ജാഅതുകുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിനു ശേഷം, നിങ്ങൾക്ക് ഖുർആൻ വന്നു, പ്രവാചകന്മാർ വന്നു, അവരുടെ സുന്നത്തുകൾക്ക് വിശദീകരിക്കപ്പെട്ടു. ഫൈൻസലൽതു, അതിനുശേഷമാണെങ്കിലും നിങ്ങൾ വഴുതി പോവുകയാണെങ്കിൽ, ഫഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു എന്ന് പറയുന്നവൻ പ്രതാപിയാണ്, അവനാണ് യുക്തിമാൻ എന്ന് പറയുന്നത്. സഹോദരന്മാരെ, നമ്മൾ മനുഷ്യന്മാർ എത്രമാത്രം പൈസയാണ് ചെലവഴിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? മരിക്കാൻ വേണ്ടി. ഒരു 80-85 വയസ്സ് കഴിഞ്ഞാൽ വെന്റിലേറ്ററിലായിരിക്കും, വായിലൂടെ ഒരു കുഴലിന്റെ താഴ്ത്തിയിട്ടുണ്ടാവും. അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം ദ്രാവകം വഴി വയറ്റിലേക്ക് കൊടുക്കുന്ന പൈപ്പുകൾ ഉണ്ടാവും. ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ചെലവാക്കുന്നത്? വെന്റിലേറ്ററിലും ഐസിലുമാക്കി 80-85 വയസ്സ് കഴിഞ്ഞവരെ മരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ്. ഇങ്ങനെയുള്ള വളരെ ദുർബലമായ അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ മഹത്തായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനെ കുറിച്ച് ചിന്തിക്കുക എന്നത് അവർക്ക് വളരെ കൃത്യമായി നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ്. പക്ഷേ ആ സിദ്ധാവിന്റെ അസ്തിത്വത്തെ അവന്റെ കേവല ബുദ്ധി കൊണ്ട് കണ്ടെത്തുക എന്നത് അവർക്ക് അസാധ്യമായ സംഗതിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വയരീദു ഖിയാനതക ഫഖദ് ഖാനല്ലാഹു മിൻ ഖബൽ ഫഅംകന മിൻഹും, ഇനി നിന്നെ വഞ്ചിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുമ്പ് അല്ലാഹുവിനോടും അവർ വഞ്ചന കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. വല്ലാഹു അലീമുൻ ഹകീം, തീർച്ചയായും അല്ലാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ, അല്ലാഹുവാണ് യുക്തിമാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അഭിസംബോധന ചെയ്യുന്ന പദം എന്താണ്? അവനാണ് യുക്തിമാൻ, അവനാണ് ഏറ്റവും വലിയ ബുദ്ധിശാലി എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, സത്യനിഷേധികളുടെ വാക്കിനെ അവൻ അങ്ങേയറ്റം താഴ്ത്തിക്കളയുകയും ചെയ്തു. അല്ലാഹുവിനെ നിഷേധിക്കുന്നവർ, അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർ, ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവുണ്ട് അതിങ്ങനെ ഉള്ള പരമമായ സത്യത്തെ നിഷേധിക്കുന്നവർ, അവരുടെ വാക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളഞ്ഞു. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അല്ലാഹുവിന്റെ വാക്കാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹുവാണ് പ്രതാപി, അല്ലാഹുവാണ് യുക്തിമാൻ. സഹോദരന്മാരെ, കേവലം ഇവിടെ 60-70 വർഷം ജീവിക്കുന്ന മനുഷ്യൻ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് നിലനിൽക്കുന്ന ഈ പ്രാപഞ്ചിക വ്യവസ്ഥ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അവന്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും ചിന്തിച്ചെടുത്തുകൊണ്ടോ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ അറിവുകളിൽ എത്തിപ്പെടാത്ത ഒരു വലിയൊരു മേഖലയാണ് ഈ പ്രാപഞ്ചിക വ്യവസ്ഥ എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തിയത് വഇന്നാ ലനഹ്നു നുഹ്യി വനുമീത് വനഹുൽ വാരിസൂൻ. നാമാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്, നാമാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, ശേഷം നമുക്ക് തന്നെയാണ് അനന്തരാവകാശം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ ഭൂമി ഉണ്ടാവും, വീടുണ്ടാവും, അതിൻ്റെയൊക്കെ രേഖയിൽ കാണാം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ അപേക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമി നമുക്കിപ്പോ നിലവിലുള്ളത് അത് കേവലം കൈവശാവകാശമാണ്, ഇപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ്. നമുക്ക് മുമ്പ് ഒരുപാട് പേര് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ശേഷം ആ കാണുന്ന ഭൂമി പലരും കൈകാര്യം ചെയ്യാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വനഹ്നുൽ വാരിസൂൻ. യഥാർത്ഥത്തിൽ അനന്തരാവകാശി എന്ന് പറയുന്നത് അത് നാം തന്നെയാണ്. കാരണം നമ്മുടെ അടുത്തേക്കാണ് ഇതൊക്കെ തിരിച്ചു വരുന്നത്. എന്ന് പറഞ്ഞ അല്ലാഹു തുടർത്തുന്നത് വലഖദ് അനിന്നൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അനിന്നൽ മുസ്തഖിരീൻ. തീർച്ചയായും നിങ്ങൾ നിന്ന് പിന്നിലായവരെയും അതുപോലെ തന്നെ മുന്നിലായവരും ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വഇന്ന റബ്ബക ഹുവ യഹ്ശുറുഹും. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇന്നഹു ഹകീമുൻ അലീം. തീർച്ചയായും അവനാണ് യുക്തിമാൻ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ യഥാർത്ഥമായ ബുദ്ധിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, യഥാർത്ഥമായ യുക്തിമാൻ എന്ന് പറയുന്നത്, യഥാർത്ഥമായ യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് യുക്തിമാൻ എന്നുള്ള വിശ്വാസമാണ്. യഥാർത്ഥ വിശ്വാസം യുക്തിയിൽ അധിഷ്ഠിതമാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ യുക്തിമാനെ കുറിച്ചുള്ള അറിവാണ്, ആ യുക്തിമാൻ എന്നുള്ള ബോധനത്തെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രപഞ്ച വ്യവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചിട്ട് അവനെ കണ്ടെത്തുവാൻ വേണ്ടി വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഉണർത്തിക്കൊണ്ടേയിരുന്നത്. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കി തന്നവൻ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിളക്കും വെളിച്ചം നൽകുന്ന ചന്ദ്രനെയും ഉണ്ടാക്കി തന്നവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഹുവല്ലദീ ജഅല അൽ-ലൈല വൻ-നഹാറ ഖിൽഫ ലിമൻ അറാദ യദ്ദക്കറ വറാദ ശുകൂറൻ. നന്ദി കാണിക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത്, ആലോചിച്ച് മനസ്സിലാക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത്, അവൻ തന്നെയാണ് രാപ്പകലുകളെ മാറ്റി മാറ്റി മറിക്കുന്നവൻ. എന്ന് പറഞ്ഞാൽ ഈ രാവാകുന്നു പകലാകുന്നു, ആ പ്രപഞ്ച വസ്തുക്കൾക്ക് ഒരു താളത്തലം സംഭവിക്കുന്നില്ല, എന്തെങ്കിലും ഒരു ഭ്രംശം സംഭവിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ഗാലക്സി, ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ 10,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ്. ഈ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് സൂര്യൻ. ഈ സൂര്യനാകട്ടെ ഭൂമിയേക്കാൾ 13.5 ലക്ഷം മടങ്ങ് വലുപ്പമുണ്ട്. ഇങ്ങനെയുള്ള 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി, അതുപോലെയുള്ള അനേകായിരം ഗാലക്സികൾ വരെയുണ്ട്. ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പമുള്ള സൂര്യൻ, അതുപോലെയുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രത്തിലും വലയം വെക്കുന്ന ഒരുപാട് ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഇതിനൊന്നും ഒരു തരത്തിലും താളഭംഗം വരുന്നില്ല. കൃത്യമായ രീതിയിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരു പ്രശ്നവും അവിടെയില്ല. ആരാണ് ഇതൊക്കെ സംവിധാനിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുക്തിപൂർവമല്ലാതെ, വളരെ കൃത്യമായ ആസൂത്രണമില്ലാതെ ഇതൊന്നും നാം ശ്രദ്ധിച്ചിട്ടില്ല, വെറുതെ അങ്ങനെ ഉണ്ടാക്കിയതല്ല. ഇന്ന ഫീ സാലിക ലആയത്തൻ ലിൽ മുഅ്മിനീൻ. വിശ്വസിക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്, വിശ്വാസികൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. തീർച്ചയായും നാം ഇതിനൊക്കെ സൃഷ്ടിച്ചത് വളരെ ആസൂത്രണത്തോടു കൂടിയാണ്. കേവലം ഒരു ദിവസം സൃഷ്ടിക്കപ്പെട്ടതല്ല. ഓരോന്നിന്റെ പിന്നിലും വ്യക്തമായ ആസൂത്രണം, വ്യക്തമായ അവബോധം, യുക്തിപത്രം അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് അത് സംഭവ്യമാണ്, അത് വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയത്തിൻ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും
ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك وقنا عذاب النار. അതായത് ഈ മാറി മാറി വരുന്ന മഹത്തായ പ്രപഞ്ചത്തെ കുറിച്ച് മനുഷ്യന്മാർ ചിന്തിക്കുകയും കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവർ പറയുമെന്നാണ്, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നമ്മെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. സഹോദരന്മാരെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് അവൻ യുക്തിമാനാണ്. ഈ മഹത്തായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാകട്ടെ യുക്തിഭദ്രമായിട്ടാണ്. എന്നാൽ നിരീശ്വരവാദം എന്ന് പറയുന്നത് തന്റെ സ്വന്തം സൃഷ്ടിക്ക് പിന്നിലെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത യുക്തിരഹിതമായ വാദമാണ്. എന്നാൽ യുക്തിവാദം എന്നത് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു നമുക്ക് നൽകിയ ബുദ്ധിയും നമ്മുടെ അറിവും ഉപയോഗിച്ച് യുക്തിപൂർവം അവനെ മനസ്സിലാക്കുന്നതിലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ മനസ്സിലാക്കാത്തവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്മുൽ ലദീനാ യഖിലൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ നികൃഷ്ട ജീവികൾ എന്ന് പറയുന്നത് ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഊമകളും ബധിരന്മാരാണ്. അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കണ്ടെത്താൻ എനിക്ക് സാധ്യമല്ല. നമ്മുടെ ശരീരത്തിന് എത്ര മാത്രം പ്രതിഭാസങ്ങളാണ്. ഒരു ആശുപത്രി പോയാൽ വലിയ ബോർഡാണ് നമുക്ക് നൽകുന്ന സൂചനകൾ. എന്താണ് ആ സൂചന നൽകുന്നത്? പല രൂപത്തിലുള്ള പേരുള്ള ഡോക്ടർമാരാണ്. പീഡിയാട്രിസ്റ്റ്, പോഡിയാട്രിസ്റ്റ്, ENT, കാർഡിയോളജിസ്റ്റ്, സൈക്കോളജി, സൈക്കാട്രിസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്ര വിഭാഗങ്ങൾ. കേവലം മനുഷ്യനായ നമ്മുടെ ശരീരത്തെ പറ്റിയുള്ള പഠന ഗവേഷണ മേഖല എന്ന് പറയുന്നത് അതിബൃഹത്താണ്. ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത് അനേകമായിരം ഡോക്ടർമാരാണ്. ഓരോ രോഗങ്ങൾക്കും സ്പെഷ്യലൈസ് ചെയ്ത പല രൂപത്തിലുള്ള ഡോക്ടർമാരാണ്. അപ്പൊ കേവലം മനുഷ്യ ശരീരത്തെ പറ്റി മനസ്സിലാക്കി ചിന്തിച്ചിട്ട് അതിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താത്തവൻ അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങേറ്റത്തെ നികൃഷ്ട ജീവിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് സറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനും ലാ യുബസിറൂന ബിഹാ വലഹും ആദാനും ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അതേ, നരകത്തിന് വേണ്ടി നാം കുറേ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരിലും ജിന്നുവർഗത്തിനെയും. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം ഉപയോഗിച്ചവൻ ചിന്തിച്ചിട്ടില്ല. വലഹും അയ്യുനും ലാ യുബസിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ അവർ കണ്ടില്ല. വലഹും ആദാനും ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവിടുകളുണ്ട്. ആ ചെവിടുകൾ ഉപയോഗിച്ച് അവർ കേട്ടില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, അവർ മൃഗങ്ങളെ പോലെയാണ്, അല്ല മൃഗങ്ങളെക്കാൾ കെട്ടവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധാലുക്കളാണ്. അവർ ഈ ഭൗതിക വിഭവങ്ങളുടെ പിന്നാലെയാണ്, പ്രബദ്ധതയിലാണ്, പൊങ്കച്ചത്തിലാണ്, തൻപോലിമയിലാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കാനോ അവരെ കണ്ടെത്തുവാനോ അവർക്ക് സാധ്യമായിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തഖും മാ ലൈസ ലക ബി ഇൽം, അറിവില്ലാത്തതിന്റെ പിന്നിൽ നിങ്ങൾ പോകരുത്. ഏതെങ്കിലും ഒരാൾ പറയുന്ന വിടുവായത്തങ്ങൾ, എന്തെങ്കിലും പറയുന്ന തോന്നിവാസങ്ങൾ, എവിടെ നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും നിങ്ങളുടെ ചെവിടുകളും നിങ്ങളുടെ കാഴ്ചകളും നിങ്ങളുടെ ഹൃദയങ്ങളും ഒക്കെയും അതിനെപ്പറ്റിയൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ മഹത്തായ പ്രപഞ്ച വ്യവസ്ഥകളെ പറ്റി ആലോചിക്കാം. ഈ കാണുന്ന മുഴുവൻ സൃഷ്ടികളെ പറ്റി ആലോചിക്കാം. സ്വന്തം ശരീരത്തിന്റെ ഘടനകളെ പറ്റി കുറിച്ച് ആലോചിക്കാം. കാർഡിയോളജിസ്റ്റ് ഡോക്ടർ, ഏകദേശം 40,000-50,000 കാർഡിയോളജിക്ക് പരമായി ശാസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ, 10-50 വയസ്സിൽ നിൽക്കുന്ന വ്യക്തി, അയാൾ ഹൃദയ സംബന്ധമായ രോഗം മൂലം മരണപ്പെടുകയാണ്. ഇതിനടുത്ത് ദുബൈയിൽ നിന്ന് കേട്ട വാർത്തയാണ്. എന്താണ്? മനുഷ്യന് അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, പരിധികളുണ്ട്. അവന്റെ അഹങ്കാരത്തിന് ഒരു പരിധിയുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കണ്ടെത്തുക എന്നത് ഓരോ സൃഷ്ടിയുടെയും ഒരു മനുഷ്യന്റെയും അനിവാര്യ ഘടകമാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ മുന്നിൽ വിനയാനിതരായി തീരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കണം വിശ്വാസികൾ ഏറ്റെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മറപ്പുകാരൻ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളെ കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം എപ്പോഴുമുള്ള ശ്രദ്ധ വെച്ചു പുലർത്തണമെന്നും വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ രാസവസ്തുക്കളെ വിഘടിച്ചാൽ ഇപ്പൊ ജലം, കാർബൺ, ഫോസ്ഫറസ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് ഉണ്ടാകുക. അതാണോ മനുഷ്യൻ എന്ന് പറയുന്നത്? അതല്ല. ഇപ്പൊ ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യന്റെ ആഗമനം ഉണ്ടായെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന ജീവികൾ തിന്നുകയും കുടിക്കുകയും വിസർജിക്കുകയും ഇടചേരുകയും ചെയ്യാൻ ആരംഭിച്ചിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി. അവക്കൊന്നും തന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കാനോ എന്തിനധികം അതിൽ അല്പമെങ്കിലും മാറ്റം വരുത്തുവാനോ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? മൃഗങ്ങൾ, ജന്തുജാലങ്ങളൊക്കെ പറയുന്നത് അവർ പ്രകൃതിയുടെ ഭാഗം തന്നെ. അതുകൊണ്ട് തന്നെ അവ എങ്ങനെ ജീവിച്ചാലും പ്രകൃതി വിരുദ്ധമാവുകയില്ല. അവയുടെ ജീവിതത്തിന് കടിഞ്ഞാണുകൾ ആവശ്യമില്ല. അതാ മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യന്റെ സ്ഥിതി അങ്ങനെയല്ല. താൻ ഉൾക്കൊള്ളുന്ന പ്രകൃതിയെ തന്നെ തകരാറിലാക്കാൻ, ഭൂമിയെ തകരാറിലാക്കാൻ മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് സാധിക്കും. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭൂമിയെ തന്നെ വൻ നാശത്തിലേക്ക് കോപ്പുകുത്തിക്കാൻ യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് അവന് സ്വാതന്ത്ര്യമാണ്. അവന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് അത് പാരതന്ത്ര്യമാണ്, അസ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ വിശപ്പിനേക്കാളും ദാഹത്തെക്കാളും മനുഷ്യന് അസഹ്യമായിട്ടുള്ളത് പാരതന്ത്ര്യമാണ്, ജയിൽവാസം. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മനുഷ്യന് പള്ളിക്കൂടങ്ങളും കോളേജുകളും മദ്രസകളും അതുപോലെ തന്നെ ആശുപത്രികളും വൻ സൂപ്പർ മാർക്കറ്റുകളും റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും റോഡുകളും എന്തിന് ആധുനികതയുടെ എല്ലാം മനുഷ്യൻ വെട്ടിപ്പിടിക്കുന്നു. മറുഭാഗത്ത് ജയിലുകളും മനുഷ്യനുണ്ട്, ജയിലുകളും മനുഷ്യനുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അസഹ്യമായിട്ടുള്ള എന്താണ്? പാരതന്ത്ര്യമാണ്, അസ്വാതന്ത്ര്യമാണ്. മനുഷ്യന് ഏറ്റവും ഇഷ്ടം എന്താണ്? അത് സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം, ഇപ്പൊ ജന്തുക്കളിൽ ഏറ്റവും സുന്ദരനായ മനുഷ്യന് വിരൂപനായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ രാവിലെ ഒരാൾ ബ്രഷ് ചെയ്തിട്ടില്ല, നഖം മുറിച്ചിട്ടില്ല, തലമുടി ചീകലില്ല, കുളിക്കലില്ല, പല്ല് തേക്കലില്ല, ഡ്രസ്സ് അലക്കലില്ല, വിസർജിച്ചിട്ട് വൃത്തിയാക്കുന്നില്ലെങ്കിലേ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകാൻ പോലും നമ്മൾ മടിക്കും. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്ത മൃഗങ്ങൾ അവരുടെ അടുത്തേക്ക് നമ്മൾ പോകും. എന്നാൽ ഇതൊന്നും ചെയ്യുന്നില്ല ഒരു ശരാശരി മനുഷ്യനെങ്കിലോ അവന്റെ അടുത്തേക്ക് നമ്മൾ പോകില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഈ രണ്ട് വ്യവസ്ഥകളുടെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് കാണുന്ന സകല പ്രപഞ്ച വ്യവസ്ഥകൾക്കും അതിൻ്റെതായ ഒരു വ്യവസ്ഥയുണ്ട്, മൃഗങ്ങൾക്ക് അതിൻ്റെതായ ഒരു വ്യവസ്ഥയുണ്ട്. നമുക്കറിയാം, മൃഗങ്ങളുടെ ലൈംഗിക വീഴ്ചയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതിന് പ്രകൃതി നിയമങ്ങളുണ്ട്. തങ്ങളുടേതല്ലാത്ത ജീവവർഗങ്ങളിൽ ലൈംഗിക ബന്ധം പാടില്ലെന്ന് മാത്രമാണ് പൊതുവായിട്ടുള്ള വിലക്ക്. അപവാദങ്ങളുണ്ട്. അത് സ്വന്തം വർഗത്തിൽപ്പെട്ട പെറ്റമ്മയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പ്രകൃതി നിയമങ്ങൾ ആർക്ക് തടസ്സമല്ല? മൃഗങ്ങൾക്ക് തടസ്സമല്ല. പുത്രന്റെ ബീജം പേരാൻ വേണ്ടി മാതാവും പിതാവിന്റെ ബീജം പേരാൻ വേണ്ടി മകളും മൃഗലോകത്ത് സന്നദ്ധരാണ്. എന്നാൽ മനുഷ്യന്റെ സന്താന ഉൽപാദനം അത് മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അത് ആനന്ദത്തിനുള്ളതാണ്, അത് സ്നേഹത്തിനുള്ളതാണ്, അത് കുടുംബബന്ധത്തിന്റെ കെട്ടുറപ്പിനുള്ളതാണ്, അതുവഴി സമൂഹത്തിന്റെ നിലനിൽപ്പിനുള്ളതാണ്. ഇപ്പൊ മൃഗലോകത്തെ വിശപ്പും ദാഹവും ലൈംഗികാസക്തിയും പോലെയുള്ള ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതോടെ ജന്തുക്കൾ സമാധാനം ഉണ്ടാവും. പക്ഷെ മനുഷ്യൻ ഇതുകൊണ്ട് മാത്രം തൃപ്തരല്ല. ശാന്തിയും സ്വസ്ഥതയും സമാധാനവും സ്നേഹത്തിന്റെ കണികളും മനുഷ്യന് ആവശ്യമുണ്ട്. ഇവിടെയാണ് മനുഷ്യന് വേണ്ടത് ചില നിയമങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഈ കാണുന്ന സകല വസ്തുക്കൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പൊ മനുഷ്യൻ, സ്വതന്ത്ര മനുഷ്യനെ അവനെ കടിഞ്ഞാലിടാൻ എവിടുന്നാണ് നിയമങ്ങൾ കിട്ടാൻ? അതാരാണ് അവനെ പഠിപ്പിക്കാൻ? അതുകൊണ്ടാണ് റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ റബ്ബുക്കുമായ മൂസ, മൂസ നബിയെ നിങ്ങൾ റബ്ബാരാണെന്ന് ചോദിച്ചല്ലോ. അപ്പൊ സകല വസ്തുക്കളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിക്കപ്പെട്ട സകല വസ്തുക്കൾക്ക് മാർഗത്തിന്റെ രീതികൾ പഠിപ്പിക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ് എന്ന് മൂസാ നബി പറഞ്ഞു. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് കാക്ക എങ്ങനെയാണോ കൂട് കെട്ടിയത് അതുപോലെയാണ് ഇന്ന് കൂട് കെട്ടുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല.
മനുഷ്യന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടുകൾ പാറ തുറന്നിട്ടാണ് മനുഷ്യൻ വീടുണ്ടാക്കിയത്. മരപ്പൊത്തിലായിരുന്നു മനുഷ്യൻ വീടുണ്ടാക്കിയത്. ഓലകൾ മേഞ്ഞുകൊണ്ടുള്ള വീടുകളായിരുന്നു. മാറ്റങ്ങൾ വന്നു ഇന്ന് കോൺക്രീറ്റ് കൊട്ടാരങ്ങൾക്കപ്പുറം ഗ്ലാസുകൾ കൊണ്ടുള്ള വീടും മറ്റുള്ള വീടുകളാണ് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാറ്റത്തിന് അർഹനാണ്, അവൻ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിയമവശങ്ങൾ അത്യാവശ്യമാണ്. ആരാണ് മനുഷ്യനെ നന്മ തിന്മകളെ കുറിച്ച് പഠിപ്പിക്കുക? അത് മനുഷ്യർക്ക് സാധിക്കും. മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്ന നന്മകളെ കുറിച്ചും മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്ന തിന്മകളെ കുറിച്ചും മനുഷ്യനെ ആര് പഠിപ്പിക്കും? ഈ സ്വാതന്ത്ര്യം നൽകിയ മനുഷ്യനെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്ന, ഈ രൂപത്തിൽ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടാവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, സ്ത്രീധനം വാങ്ങുന്നവന് അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്. ഒരു കാലത്ത് ഇവിടെ സ്ത്രീധനം വാങ്ങാൻ വേണ്ടി വലിയ മത്സരമുണ്ടായിരുന്നു നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പോലും. അതിന് കമ്മീഷൻ പറ്റിയവരുണ്ട്, അതിനുവേണ്ടി ന്യായീകരിച്ചവരുണ്ട്. വ്യഭിചരിക്കുന്നവർക്ക് സംഘടനകളുണ്ട്, മോഷ്ടാക്കൾക്ക് അതിൻ്റെതായ ആസൂത്രണങ്ങളുണ്ട്. ഇപ്പൊ 1960കളിലും 70കളിലും കേരളത്തിൽ കടന്നു പോകുന്ന തീവ്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ബൂർഷ മുതലാളിമാരെ, ഇവിടുത്തെ നമ്പൂതിരിമാരൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ സിദ്ധാന്തം. അതായത് ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ബൂർഷ മുതലാളിമാരൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന രീതിയിൽ പലരെയും അവർ കൊന്നൊടുക്കി. പിന്നീട് അവർ വർഷങ്ങൾക്ക് ശേഷം അന്ന് ചെയ്ത പാത ശരിയായില്ല എന്ന് ഏറ്റുപറഞ്ഞു ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ ലയിക്കാനുള്ള പരിശ്രമം അവർ നടത്തി. നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ സ്വകാര്യ സ്വത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി സ്റ്റാലിന്റെ കാലത്ത് ഉക്രൈനിൽ 2 ലക്ഷത്തോളം കർഷകരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ്. സ്വകാര്യ സ്വത്ത് പാടില്ല, പൊതുസ്വത്ത് മാത്രമേ പാടുള്ളൂ. അത് കമ്മ്യൂണിസത്തിന്റെ അക്കാലത്തെ സിദ്ധാന്തമായിരുന്നു. എന്നാൽ ഇന്ന് സ്വകാര്യ സ്വത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പ്രവണതയുണ്ടായി. എന്ന് വെച്ചാൽ അന്ന് നന്മയായി കരുതുന്നത് ഇന്ന് തിന്മയായി കാണും, ഇന്ന് തിന്മയായി കാണുന്നത് അന്ന് നന്മയായി കാണും. മാത്രമല്ല, ഇപ്പൊ ഒരു അന്യന്റെ കട കുത്തി തുറന്ന് മോഷ്ടിച്ച് പാകം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരു അരി, അല്ല അധ്വാനിച്ച് കാശ് കൊണ്ടുവരുന്ന അരിയും തമ്മിൽ വ്യത്യാസ രസതന്ത്രത്തിന്റെയോ ഭൗതിക ശാസ്ത്രത്തിന്റെയോ മാപ്പിട്ട് വെച്ചിട്ട് നമുക്ക് അളന്നെടുക്കാൻ വേണ്ടി പറ്റുകയില്ല. ഒരു കല്യാണ ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിയും വ്യഭിചരിച്ചിട്ടുണ്ടാകുന്ന ഒരു കുട്ടിയും ജീവശാസ്ത്ര സാങ്കേതിക തത്വങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ വ്യത്യാസമൊന്നും കാണൂല. ഒരേ ജൈവ നിയമങ്ങളാണ് ഇവക്കൊക്കെ ഉണ്ടാകുക. അപ്പൊ എവിടെ ആർക്ക് മനുഷ്യന് എന്തൊരു ദർശനം നൽകൂ എന്ന് പറഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യം നൽകിയ മനുഷ്യനെ എല്ലാ രൂപത്തിലും ഇങ്ങനെ പരിവർത്തിച്ചെടുത്ത ലോകങ്ങളുടെ സൃഷ്ടാവിനും മാത്രമേ മനുഷ്യന് മാർഗദർശനം നൽകാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടാവല്ല സൃഷ്ടികൾക്കൊന്നും മനുഷ്യനേക്കാൾ ഉന്നതരല്ല. അപ്പോൾ സൃഷ്ടാവിന്റെ തന്നെ മാർഗദർശനങ്ങൾ അവന് ലഭിക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പ്രവാചകന്മാർ മുഴുവനും അവതീർണമായത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. മനുഷ്യൻ എങ്ങനെ മനുഷ്യരായി ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാരായിരിക്കണം? അത് മനുഷ്യർ തന്നെ ആയിരിക്കണം. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? അതുകൊണ്ടാണ് മനുഷ്യ രൂപത്തിലുള്ള പ്രവാചകന്മാർ മനുഷ്യർക്ക് മാർഗദർശനായി അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ അവതീർണമാക്കപ്പെട്ടത്. അതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നബി അവരോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ നിങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട ആരാധന രീതികളുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കപ്പെട്ട നന്മകളുണ്ടല്ലോ, നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ട തിന്മകളുണ്ടല്ലോ, അത് ഞാൻ നിറവേറ്റി ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല, എനിക്കൊരു തടസ്സവും വന്നിട്ടില്ല, എന്റെ ജീവിതത്തിന്റെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്കും അതേ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമെന്ന രീതിയിലാണ് മനുഷ്യരിലുള്ള പ്രവാചകൻ മാതൃകാ യോഗ്യനായി കടന്നു വന്നത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായിരുന്നു. ഏത് രൂപത്തിൽ? അദ്ദേഹത്തിന് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, ഉറക്കമുണ്ടായിരുന്നു, വിശ്രമമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, സന്താപമുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, ആരോഗ്യവും രോഗവും ഉണ്ടായിരുന്നു, മനുഷ്യരുടെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു. പക്ഷെ വിശക്കുമ്പോ അന്യരുടെ സ്വത്ത് അപഹരിച്ചില്ല, ലൈംഗികത നിൽക്കാൻ വേണ്ടി വിഭജിച്ചില്ല, സന്തോഷത്തിൽ കൂത്താടിയില്ല, സന്താപാവസരത്തിൽ മദ്യത്തിലോ മയക്കുമരുന്നിലോ അഭയം തേടിയില്ല, ഭാര്യമാർക്ക് വേണ്ടി അവരോട് അനീതി പ്രവർത്തിച്ചില്ല, ദുഷിച്ച രീതിയിൽ പണം സമ്പാദിച്ചില്ല. ആ രീതിയിൽ പൂർണ്ണനായ ഒരു മനുഷ്യനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. എന്തിനാണ്? നമുക്കൊക്കെ മാർഗ ദർശകനായി, മാർഗയോഗ്യനായി അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് അത് കേവലം ജൽപ്പനമല്ല, അത് കേവലം അത് പ്രകൃതി പദമാണ്. അത് ലോകത്തെ സംവിധാനിച്ച പടച്ച യുക്തിമാന്റെ മതമാണ്. അത് കൃത്യമായ അവബോധമാണ് മനുഷ്യന് നൽകുന്നത്. ആ മതത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസമാണ്,
സമാധാനമാണ്, സ്വാതന്ത്ര്യമാണ്. അല്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ നമുക്കുണ്ടാകുക പിച്ചുമ്പേയുമാണ്, മാനസികമായ സംഘർഷങ്ങളാണ്, ആത്മഹത്യകളാണ്. പല രൂപത്തിലും മയക്കുമരുത്തിന്റെയും മദ്യത്തിന്റെയും അടിമകളായി ജീവിതത്തിന്റെ നൈരാശ്യം ബാധിച്ച് ജീവിക്കേണ്ട ദുര്യോഗമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുസൃതമായി ജീവിക്കുക എന്ന് പറയുന്നാൽ അത് ലോകരക്ഷിതാവിന്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ഒരു സമാധാനമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും കൂടുതൽ ആഴത്തിലുള്ള പഠനത്തിന് വിധേയമാക്കി എന്തൊക്കെയോ ആരാധനാകർമ്മങ്ങളുണ്ടോ ആ ആരാധനാകർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതുണ്ടായിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക, തൗഹീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുന്നവരായി പരിശ്രമിക്കുക. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സുന്നത്തുകളോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക. എല്ലാവിധ വിധികത്തുകളും അനാചാരങ്ങളും ധൂർത്തുകളും പൊങ്ങച്ചങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. സംഗീതം, സിനിമ, മൊബൈലിൻ്റെ അഡിക്ഷൻ എന്നിവയൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുന്നതാവട്ടെ. അള്ളാഹുവെ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകടമരണങ്ങൾ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗപരമായ അവസ്ഥകൾ, അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അള്ളാഹു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോട് ദൃഢതയോടുകൂടി നിസ്കാരം നിലനിർത്തുന്നവരായ രീതിയിൽ നല്ലൊരു മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ വരെയും മാറ്റി തീർക്കണമേ. അള്ളാഹു ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾക്കും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ മക്കപ്പുറത്ത് പോയി പാപമോചനവും അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة